നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് പ്രതികരിച്ച് ഡ്രൈവർ യദു രംഗത്ത്. പോലീസ് വീട്ടിൽ മെമ്മറി കാർഡ് കൊണ്ടിട്ടിട്ട് കണ്ടെടുക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ യദു പറയുന്നത്. നിർത്തിയിട്ടിരുന്ന ബസിന്റെ സമീപത്ത് കണ്ടക്ടർ സുബിന്റെ സാന്നിധ്യം തമ്പാനൂർ ഡിപ്പയിലെ CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ CCTV മോണിറ്റർ മാത്രമാണ് നോക്കിയതെന്നും മെമ്മറി കാർഡിന്റെ കാര്യം അറിയില്ലെന്നുമാണ് കണ്ടക്ടർ പോലീസിനോട് പറഞ്ഞത്. ക്യാമറ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ ബസ്സിൽ കയറിയ കണ്ടക്ടറെ വെറുതെ വിട്ടു. ബസ്സിൽ കയറാതെ അതുവഴി പോയ താൻ മെമ്മറി കാർഡ് എടുത്തെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ് ഉള്ളതെന്ന് യദു ചോദിക്കുന്നു. ബസ്സിൽ കയറിയ കണ്ടക്ടറാണ് കുറ്റക്കാരൻ. കണ്ടക്ടർ ഏത് പാർട്ടി അനുഭാവിയാണെന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാളെ സംരക്ഷിക്കാൻ ആളുകൾ കാണുമെന്നും ഇയാളുടെ കോൾ ഹിസ്റ്ററിയും സംഭവ സമയം സുബിൻ എവിടെയൊക്കെ പോയി എന്നതും അന്വേഷിക്കേണ്ടതാണ്. ഇതൊന്നും നോക്കാതെ യദുവിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പറഞ്ഞ് പോലീസ് തന്നിലേക്ക് തന്നെ ശ്രദ്ധ തിരിക്കുകയാണെന്നും യദു പ്രതികരിക്കുന്നു. യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യം പോലീസ് തന്നെ ഒരുക്കുകയാണ്. തനിക്ക് ഇപ്പോഴും കോടതിയെ മാത്രമേ വിശ്വാസമുള്ളൂ എന്ന് യദു പറയുന്നു. തന്നെ എന്തായാലും വകവരുത്തും. ആദ്യം കേസുമായി മുന്നോട്ട് പോകാതിരിക്കാൻ മാനസികമായി തകർക്കും. പിന്നീട് സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കും. എന്റെ ജോലി നഷ്ടപ്പെടുത്തും. പൊതുസമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്തി മാനസികമായി പീഡിപ്പിക്കും. തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ തന്നെ കൊല്ലണം, അല്ലെങ്കിൽ കള്ളക്കേസിൽ കുടുക്കി അകത്തിട്ട് ഇടിച്ചു കൊല്ലണം. ഇതൊക്കെ മാത്രമേ നടക്കൂ എന്ന് യദു പറയുന്നു. തനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം സത്യം തെളിയിക്കാൻ മുന്നോട്ടു പോകും എന്നും യദു പറയുന്നു. KSRTC ബസ് ഡ്രൈവർ മേയർ തർക്കത്തിൽ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന CCTV മെമ്മറി കാർഡിനെ കുറിച്ച് സംഭവ സമയം മുതൽ ബന്ധപ്പെട്ടവർ പറയുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ മെമ്മറി കാർഡ് ബസ്സിൽ ഉണ്ടായിരുന്നതായി പോലീസിനും മറ്റും ആദ്യം മുതലേ അറിയാവുന്ന വിഷയം കൂടിയാണ്. എന്നാൽ ഈ ബസ് ഡിപ്പോയിലേക്കാണ് കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് ഈ വാഹനം മറ്റാരോ എടുക്കുന്നു. ആ വാഹനം ഒരു റൂട്ടിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഈ സമയം അത്രയും ആധികാരികമായി പല തെളിവുകളും കിട്ടുമായിരുന്ന ഈ മെമ്മറി കാർഡ് പോലീസ് സീസ് ചെയ്യാതിരുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി ഗുരുതര കുറ്റമാണ്. വളരെ സമർത്ഥരായ കേരള പോലീസിലെ സംഘം ഒരിക്കലും അബദ്ധം കാണിക്കില്ലെന്ന് സാധാരണക്കാർക്കും മനസ്സിലാകും. അപ്പോൾ മെമ്മറി കാർഡ് മനഃപൂർവ്വം എടുക്കാതെ ഇരുന്നതാണെന്ന് ആരെങ്കിലും ധരിച്ചാൽ അതിന് കുറ്റം പറയാനാകില്ല എന്നാണ് യദുവിന്റെ വക്കീൽ തുറന്നടിക്കുന്നത്. എടുക്കേണ്ടത് സമയത്ത് എടുക്കാതിരുന്നത് ആരുടെ വീഴ്ചയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത് പോലീസിന്റെയും, രണ്ടാമത് ഈ മെമ്മറി കാർഡ് അവിടെ നിന്നും ഇല്ലാതായാൽ ആർക്കാണോ നേട്ടമുണ്ടാകുന്നത് അവരാണ് ഇത് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു. മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ വ്യക്തത വരുത്താൻ ഡ്രൈവർ യദുവിനെയും കണ്ടക്ടർ സുബിനെയും സ്റ്റേഷൻ മാസ്റ്റർ ലാ സജീവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അടുത്ത തീരുമാനം. 3 പേരെയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. 3 പേരുടെ മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിക്കാനാണ് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുക. സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ചാണ് ബസ്സിൽ സംഘർഷമുണ്ടായത്. അവിടെ നിന്നും ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോയി. ഇതോടെ ബസ്സിന്റെ ചുമതല എല്ലാ അർത്ഥത്തിലും കണ്ടക്ടർക്കായിരുന്നു. ബസ്സിൽ നിന്നും ആ മെമ്മറി കാർഡ് വാങ്ങി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സ്റ്റേഷൻ മാസ്റ്റർക്കും ഉണ്ടായിരുന്നു. ഇത് രണ്ടും നിർവഹിക്കപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് മൂവരും സംശയത്തിലാകുന്നത്. യദു ബസ്സിന് അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ആ മെമ്മറി കാർഡ് വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത. ഏതായിരുന്നാലും ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകാനാണ് സാധ്യത. ഈ മോഷണം യദുവിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് പോലീസിന്റെ ശ്രമവും. കണ്ടക്ടറും സ്റ്റേഷൻ മാസ്റ്ററും ഔദ്യോഗിക കുറ്റനിർവഹണത്തിൽ വരുത്തിയ വീഴ്ച ആരും ഗൗരവത്തിൽ എടുത്തിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.